നമസ്കാരം. ഗാനസാധനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഇട്ടിരുന്ന ഓരോ പാഠഭാഗങ്ങളും നിങ്ങൾ വളരെ വ്യക്തതയോടും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അത് ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് നമുക്കിന്ന് പുതിയ ഒരു കാര്യം പഠിക്കാം. കാരണം നമ്മൾ പാടുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഉച്ചാരണം പല ആൾക്കാരും പാടുമ്പം ആ ഉച്ചാരണ ഭംഗി അല്ലെങ്കിൽ സ്വരത്തിൻ്റെ ആ പൂർണ്ണത കൈവരിക്കാൻ പറ്റുന്നില്ലാതെ പോകുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാം അല്ലെങ്കിൽ നേടാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. അത് നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞ അല്ല നമ്മളത് നേടേണ്ടത്. അത് നമ്മൾ പ്രാരംഭ പാഠഭാഗങ്ങളിൽ കൂടി നിന്നുകൊണ്ട് തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളത് ശീലിച്ചു പോകണം. ഞാൻ ഇത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം എക്സാമ്പിൾ, ഇത് ഒരു ശ്രുതി കിടക്കുന്നു, ശ്രുതി ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്കെയില്, ഒരു കീബോർഡിൽ ഒരു സ്കെയിൽ കിടക്കാൻ നോക്കും. എന്ന് നമ്മൾ പാടും. പക്ഷെ ചില ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കണ്ടോ, ആ വോയിസിൻ്റെ ആ വ്യത്യാസം കണ്ടോ, ആ ഗ്ലാരിറ്റി വ്യത്യാസം കണ്ടോ. അതാണ് ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ്. അത് പാടുമ്പോൾ കാരണം നമ്മുടെ ഇവിടുന്ന് വരുന്ന ആ നാദത്തിനെ നമ്മൾ പല്ല് അല്ലെങ്കിൽ വായ അടച്ചു പിടിച്ച് അല്ലെങ്കിൽ പല്ല് അടുപ്പിച്ച് പിടിച്ച് നമ്മൾ പാടുമ്പോൾ ആ നാദത്തെ അവിടെ തട്ടി അതിൻ്റെ യഥാർത്ഥ ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോവാം. അപ്പോൾ ആ വരുന്ന ആ നാദത്തിനെ നമ്മൾ വാ തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാരി ഗമ ആ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആ ഒറിജിനലായിട്ട് ആ നാദം വരും. അങ്ങനെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റാണ് അതങ്ങനെ. അതിന് ഇങ്ങനെ ചില ഇങ്ങനെ പഠിച്ചിരിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒറിജിനൽ അവസ്ഥ. അപ്പം അത് പാടുമ്പം കേട്ടോ, രണ്ട് രീതിയാണ്, ആ രണ്ട് വോയിസിൻ്റെ രണ്ട് അവസ്ഥയാണ് അവിടെ വരുന്നത്. കേട്ടോ, അത് വേണ്ട കേട്ടോ, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകും. അല്ലേ പാദ 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 ദ ദ ദ പാദ ദ ദ പാദ എന്ന് പാടുന്ന ആൾക്കുണ്ട്, രീതിയുണ്ട്. അത് ശീലിക്കരുത്. അപ്പം നമ്മൾ പഠിക്കുമ്പം പാദ നീ 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 സാ കേട്ടോ, സാ എന്ന രീതി
അത് കംപ്ലൈൻറ്റ്. സാ സാ അങ്ങനെയാകുമ്പം നമുക്ക് ആയാസരഹിതമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൂടുതൽ ബലം പിടിക്കണ്ട. ബലം പിടിക്കാതെ തന്നെ നമുക്ക് ആ നാദത്തിനെ അങ്ങ് വിട്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പം ഏതു സമയവും എപ്പോഴും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് ആദ്യം നമുക്ക് ഇപ്പം ഈ ഒരു പാഠം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ക്ലാസ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇനി അത് പഠിക്കുമ്പം സാരി അപ്പം മിനിമം നമുക്ക് ഈ ഒരു വിരൽ നമ്മുടെ വായ കേട്ടോ, ഒരു വിരലിൻ്റെ കനയെങ്കിലും നമ്മുടെ വായ അകന്നിരിക്കണം മിനിമം എങ്കിലും. സാരി ഗ മാ പാ ഇങ്ങനെ വരരുത്. പാ സാരി ഗ മാ പാ ധ നീ സാ സാ നീ ദാ പാ മാ ഗ രേ രേ സാ. കറക്റ്റ് നോട്ടാൽ വരും. അതേസമയം വേറെ രീതിയിൽ പാടാം. സ രേ ഗ പ ധ നീ സാ സാ നീ ദാ പ മാ ഗ രേ സാ. വ്യക്തതയില്ലാതെ പോയി. അപ്പോൾ നമുക്ക് അത് കീഴ്സ്ഥായിലേക്കും മേൽസ്ഥായി അല്ലെങ്കിൽ മന്ത്രസ്ഥായിലേക്കും താരസ്ഥായിലേക്കും നമുക്ക് ഇതുപോലെ ആ ഒരു കാര്യം പോകുമ്പോൾ ഇങ്ങനെ എന്താ ബുദ്ധിമുട്ട്, പാടാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഒറിജിനൽ അപ്പോൾ അവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം പാട്ട് കേൾക്കാനും ഒരു സുഖമില്ലാതെ വരും, കേൾവിക്കാർക്കും സുഖമില്ലായിരിക്കും, നമുക്ക് പാടുന്ന നമുക്കും അത് അരോചകത്വമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പാട്ട് പഠിക്കുമ്പം വ്യക്തതയോടുകൂടി വാ തുറന്ന് ഓരോ സ്വരങ്ങളും പാടി പഠിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പം സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രേ സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രേ സ എന്ന് ഏത് രീതിയിലും നമുക്ക് സുഖമായിട്ട് പാടാം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതലാണെങ്കിൽ ഇന്ന് മുതൽ പഠിക്കുന്നവരും പഠിച്ചവരും ഏറ്റവും കൂടുതൽ ഇനി പഠിച്ചവരാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സാഹിത്യത്തിലും ബാധിക്കും. ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് സാഹിത്യം പഠിക്കുമ്പോൾ ആ സാഹിത്യത്തെ അത് നന്നായിട്ട് ആ ഒരു വോയിസിൻ്റെ ആ ക്വാളിറ്റി അതേ ബാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പാടി ശരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്നും മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവിടെ നിങ്ങളിപ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചവരാണെങ്കിലും ഇങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ടോ, അത് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളൊരു കണ്ണാടി എടുത്ത് വെക്കുക, ഫ്രണ്ടിലൊരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് ആ കണ്ണാടി നോക്കിക്കൊണ്ട് ഇത് പാടി നോക്കുക. അപ്പം നിങ്ങളുടെ ആ പാടുന്ന ആ രീതി ഏത് രീതിയാണെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത് പോലെ പാടി ശീലിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾ സ്വന്തം അനുഭവിക്കുക. വീണ്ടും അടുത്തൊരു പാഠഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.